നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. എന്തായാണെങ്കിലും ഇത്തവണ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം തോൽക്കുകയും തുടർഭരണമെന്ന് പറയുന്ന സ്വപ്നത്തിന് വിഘാതം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. അതും ചരിത്രത്തിൽ ഇന്ന് വരെ ഇടതുപക്ഷം നേരിട്ടിട്ടില്ലാത്ത അത്രയും കനത്ത പരാജയമാണ് ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നത് എന്ന് പാർട്ടിക്കുള്ളിലുള്ളവർക്ക് പോലും യാതൊരു സംശയവുമില്ലാത്ത തരത്തിലാണ് ആ പരാജയം അടഞ്ഞിരിക്കുന്നത്. കാരണം പാർട്ടിയുടെ ശക്തമായ ഒരു തലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പാർട്ടിക്ക് ശക്തിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന പല ഭാഗങ്ങളിലും ജില്ലകളിലും ഇടതുപക്ഷം തകർന്നടിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പശ്ചാത്തലത്തിൽ ചില VD സതീശൻ എന്ന് പറയുന്ന നേതാവ് ഉയർത്തിയിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഉയർത്തിയിരുന്ന ചില കാര്യങ്ങൾ നമ്മളിവിടെ ഒന്ന് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. അതായത് VD സതീശൻ തുടക്കം മുതൽ തന്നെ, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനൊക്കെ തൊട്ട് മുൻപായിട്ട് തന്നെ VD സതീശൻ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു 100-ലധികം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും, രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, കേരളത്തിലെ 1 ഡസനോളം വരുന്ന മന്ത്രിമാർ ഇവിടെ പരാജയപ്പെടും എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് നടക്കും എന്നുള്ള കാര്യവും VD സതീശൻ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞതുമാണ്. അപ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. VD സതീശൻ 100-ലധികം സീറ്റ് കിട്ടും എന്ന് പറഞ്ഞത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? അല്ലെങ്കിൽ ഈ 3 വീരവാദവും അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ VD സതീശൻ പല ആവർത്തി പറഞ്ഞതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ കഴിഞ്ഞു പോയ 10 വർഷക്കാലം UDF എന്തായിരുന്നു എന്നും ഈ 10 വർഷക്കാലം സർക്കാർ എന്തായിരുന്നു എന്നുള്ള വിവരം അല്ലെങ്കിൽ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ഈ 10 വർഷക്കാലം സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സംസ്ഥാന സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടുത്തെ പൊതുജനത്തിന് വേണ്ടി ചെയ്തു വെച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഏറെക്കുറെ എല്ലാവർക്കും അറിവുള്ളതാണ്. ഇതിനിടയിലേക്ക് സ്വർണ്ണ കൊള്ളക്കേസ് വന്നിരുന്നുവെങ്കിൽ തന്നെയും അതിൻ്റെ എല്ലാം ആകത്തുക ചെന്ന് നിന്നത് ഒരുപക്ഷെ UDF നേതാക്കന്മാരിലേക്ക്, UDF കൺവീനർ അടക്കമുള്ള UDF നേതാക്കന്മാരിലേക്കായിരുന്നു എന്നുള്ളതും വസ്തുതാപരമായ കാര്യമാണ്. തന്നെയുമല്ല, അതിലാരെയും ഇടതുപക്ഷത്തു നിന്നുള്ള പത്മകുമാർ അല്ലെങ്കിൽ അങ്ങനെ 1-2 നേതാക്കന്മാരിലേക്ക് ചോദ്യങ്ങൾ വന്നതല്ലാതെ അതിനപ്പുറത്ത് ഇടതുപക്ഷക്കാർ അതിനകത്ത് കുറ്റക്കാരാണ് എന്ന് എവിടെയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമായി അവശേഷിക്കുകയും ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായി ഇവിടെ UDF ഉയർത്തിക്കൊണ്ടുവന്ന പല വാദഗതികളും തികച്ചും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. അതായത് വെറും ആരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അത് കടന്നു പോകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം ഒട്ടുമിക്ക നമ്മൾക്കറിയാവുന്നതുപോലെ എല്ലാ മേഖലയിലും കേരളം വികസനത്തിൻ്റെ ഒരു ഇതിലേക്ക് മുന്നിലേക്ക് എത്തിപ്പെട്ടു പോയ ഒരു സമയം കൂടിയായിരുന്നു ഈ 10 വർഷക്കാലം. നമുക്കറിയാം, നിരവധി പ്രോജക്റ്റുകൾ നമ്മുടെ കേരളത്തിൽ ഓണാവുന്ന സാഹചര്യവും നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദാനി പോർട്ടാണെങ്കിലും അതോടൊപ്പം വാട്ടർ മെട്രോ ആണെങ്കിലും ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അങ്ങനെ തൊഴിൽ അതോടൊപ്പം ഇൻഡസ്ട്രിയൽ മേഖലയിലാണെങ്കിൽ തന്നെയും നിരവധി മാറ്റങ്ങൾ, പൊതുമരാമത്ത് മേഖല, അങ്ങനെ ഏത് മേഖല എടുത്തു വെച്ച് പരിശോധിച്ചിരുന്നാലും കേരളം ഒരു പുതിയ തുടക്കത്തിലേക്ക് അല്ലെങ്കിൽ വികസനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സമയം കൂടിയായിരുന്നു. നഷ്ടത്തിലോടിക്കൊണ്ടിരുന്ന KSRTC എന്ന് പറയുന്ന പൊതുഗതാഗത സംവിധാനം ഇന്ന് മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ എന്നിരുന്നിട്ട് കൂടിയും, അതായത് സംസ്ഥാന സർക്കാരിനെ കൃത്യമായി അഴിമതിക്കാരാണെന്ന് ടാർഗറ്റ് ചെയ്ത് ഉന്മൂലനം ചെയ്യത്തക്കതായ യാതൊരു സാഹചര്യവും, അതായത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനിടയുള്ള യാതൊരു സാഹചര്യവും കേരളത്തിൽ ഇല്ലാതിരുന്നിട്ട് കൂടി ഇത്ര കനത്ത ഒരു തോൽവിയിലേക്ക് എന്തുകൊണ്ട് ഇടതുപക്ഷം കൂപ്പുകുത്തിപ്പോയി എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കന്മാരുടെ MB രാജേഷ് അടക്കമുള്ള നമ്മുടെ കളമശ്ശേരിയിൽ നിന്ന് ഉള്ള നമ്മുടെ P രാജീവ് അടക്കമുള്ള, അതോടൊപ്പം തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം പോലെ ഒരു മണ്ഡലത്തിൽ ആദ്യത്തെ 3 റൗണ്ട് വരെ മുന്നിലെത്താതെ പിന്നിൽ തുടരേണ്ടി വന്ന ഒരു ഗതികേട്, ശൈലജ ടീച്ചർ പേരാവൂരിൽ പരാജയപ്പെടേണ്ടി വന്ന ഗതികേട്, അങ്ങനെ തുടങ്ങി നിരവധിയായ ഘടകങ്ങൾ നമ്മളിവിടെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. തൃക്കരിപ്പൂർ പോലെ ഒരു മണ്ഡലം, അതായത് ഇതുവരെ UDFന് യാതൊരു പ്രാധാന്യം ലഭിക്കാതിരുന്ന ആ ഒരു മണ്ഡലത്തിൽ ഈ ഒരു അട്ടിമറി, സന്ദീപ് വാര്യരിലൂടെ ഒരു അട്ടിമറി ഉണ്ടാവുക. അതായത് സന്ദീപ് വാര്യർ നമുക്കറിയാം, സന്ദീപ് വാര്യർ ഒരു തൃക്കരിപ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ വിജയിക്കാൻ തക്കതായ യാതൊരു ക്വാളിറ്റിയും അവകാശപ്പെടാനില്ലാത്ത ഒരു നേതാവാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിട്ട് പോലും ആ മണ്ഡലത്തിൽ സന്ദീപ് വാര്യർക്ക് ലീഡ് ഉണ്ടാവുക, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എന്ത് മായാജാലമാണ് സത്യത്തിൽ കേരളത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ തന്നെ അറിയാവുന്ന പോലെ മറ്റു ചില ഘടകങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്.
ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ നമുക്കറിയാം മഞ്ചേശ്വരം എന്ന് പറയുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് അവിടെ കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് കാണാം. അതോടൊപ്പം ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ മത്സരിച്ച പാലക്കാട് മണ്ഡലത്തിൽ എന്താണ് ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടാനിടയുണ്ടായ സാഹചര്യം? കാരണം അതിനു മുൻപ് ഇ ശ്രീധരൻ എന്ന് പറയുന്ന നേതാവ് അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ്, അല്ലെ വോട്ടിനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 2 മണ്ഡലങ്ങൾ പരിശോധിക്കുക. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന നേതാവ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുക. അങ്ങനെ തുടങ്ങി പല ഘടകങ്ങൾ കൂടി നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ട സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ചാത്തന്നൂർ പോലെ ഒരു മണ്ഡലത്തിൽ വിജയിക്കുക, അതോടൊപ്പം എം നൌഷാദിനെ പോലെയുള്ള ഒരാൾ ഇരവിപുരത്ത് നിന്ന് പരാജയപ്പെടുക, ചിഞ്ചുറാണിയെ പോലെ ഒരു നേതാവ് ചടയമംഗലത്ത് പരാജയപ്പെടുക, പലതും ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ കോട്ട തന്നെ ആയിരുന്നു പലപ്പോഴും ഇടതുപക്ഷത്തിന് ഇത്രയും വലിയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പരിഗണിക്കപ്പെടേണ്ടത് ഒന്ന്, നമുക്കറിയാവുന്ന പോലെ മഞ്ചേശ്വരം എന്ന് പറയുന്ന മണ്ഡലത്തിൽ കെ സുരേന്ദ്രന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി അറിയപ്പെടേണ്ടതാണ്, പറയപ്പെടേണ്ടതും ചിന്തിക്കപ്പെടേണ്ടതുമായ കാര്യമാണ്. ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവ് രമേശ് പിഷാരടിയേക്കാൾ എന്ത് പോരായ്മയാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യവും BJP-ക്കാർ തന്നെ പറയേണ്ടതാണ്, അല്ലെങ്കിൽ പാലക്കാടുകാർ തന്നെ പറയേണ്ടതാണ്. ഒരുപക്ഷെ കായംകുളം പോലെ ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനേക്കാൾ വോട്ട് നേട്ടമുണ്ടാക്കിയ ഒരാൾ ശോഭാ സുരേന്ദ്രനായിരുന്നു. എന്നിട്ട് കൂടി, അതായത് ഇടതുകോട്ടയായ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് പറയുന്നത്, ഇടതുകോട്ടയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കായംകുളം മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ട് കൂടിയും എന്തുകൊണ്ടാണ് പാലക്കാട് എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രന് സ്വന്തമെന്ന് പറയാൻ പറ്റുന്ന ശോഭാ സുരേന്ദ്രനെ കൊണ്ട് തന്നെ അവിടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ഒരു മണ്ഡലത്തിൽ പിന്നോട്ട് പോയതിന് കാരണം എന്തായിരിക്കാം? അതും ഒരുപക്ഷെ BJP കൃത്യമായി അവലോകനം ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടായിരിക്കാം ഇത്തവണ BJP-യിലെ പ്രമുഖരെ മത്സരിപ്പിക്കുന്നതിന് പകരമായി ഒട്ടുമിക്ക വിജയസാധ്യതയുണ്ടായിരുന്ന പല മണ്ഡലങ്ങളിലും എന്തുകൊണ്ട് 2020 പോലെയോ BDJS പോലെയുള്ള ഘടകകക്ഷികൾക്ക് BJP അത് കൈമാറ്റം ചെയ്തു? ഇത്തരം കുറച്ച് അധികം സംശയങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഇനിയും ഈ 100-ലധികം സീറ്റിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അത്രയ്ക്ക് UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രകടനം കാഴ്ചവെക്കുകയോ ഏറ്റെടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള ജനകീയ സമരങ്ങൾ വിജയിപ്പിക്കുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല. അതിനുമപ്പുറത്ത് UDF എന്ന് പറയുന്ന ഒരു മുന്നണി നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ കേരളത്തിൽ പാലിക്കപ്പെടുമോ എന്ന് ജനങ്ങൾക്ക് പോലും സംശയമുണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തരംഗമുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി, 1 ഡസനിലധികം മന്ത്രിമാർ പരാജയപ്പെടും. അപ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ഒരു ഡസനിലധികം വരുന്ന മന്ത്രിമാർ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അവരേതെങ്കിലും തരത്തിലുള്ള അഴിമതി കേസുകളിലോ സ്ത്രീപീഡന പരാതികളിലോ സ്ത്രീ കേസുകളിലോ എവിടെയെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളവരാണോ? അവർ ഏതൊക്കെ തരത്തിലുള്ള മോശപ്പെട്ട പ്രകടനങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഇതുവരെ അവരുടെ ഒരു പ്രവർത്തന രേഖ UDF അവതരിപ്പിച്ചിട്ടില്ല ഈ 1 ഡസൻ ആൾക്കാരുടെയും. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഈ 1 ഡസൻ ആൾക്കാർ തന്നെ പരാജയപ്പെടുമെന്ന് ഇത്ര കൃത്യമായി പറയാൻ VD സതീശന് പിന്തുണ നൽകിയിരിക്കുന്നത്? 5 ജില്ലകൾ ക്ലീൻ സ്വീപ്പ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൃത്യമായ ആ ജില്ലകൾ ഏതൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കൃത്യമായി വയനാട് ഉൾപ്പെടെയുള്ള, മലപ്പുറം ഉൾപ്പെടെയുള്ള, കോഴിക്കോട് ഉൾപ്പെടെയുള്ള, ഇടുക്കി ഉൾപ്പെടെയുള്ള, എറണാകുളം ഉൾപ്പെടെയുള്ള ആ മണ്ഡലങ്ങൾ വളരെ കൃത്യമായി ക്ലീൻ സ്വീപ്പിലേക്ക് പോവുകയും ചെയ്തു. എറണാകുളം നമുക്കറിയാം, അത് UDF-ന് വളരെയധികം പ്രാധാന്യമുള്ള മണ്ഡലമാണ്, അല്ലെങ്കിൽ ജില്ലയാണ്. ആ ജില്ലയിൽ UDF-നെ പരാജയപ്പെടുത്തുക LDF-ന് സാധ്യമായ കാര്യമല്ല. എന്നിരിക്കലും എങ്ങനെ സംഭവിച്ചു എന്നുള്ളതും ഇപ്പോൾ എല്ലാവരുടെയും മുന്നിലൊരു ചോദ്യമാണ്. കാരണം ഇത്രയും ചോദ്യങ്ങൾ, ഇത്രയും സംശയങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പോയ 5 വർഷക്കാലത്തോളം UDF എന്ന് പറയുന്ന ഒരു മുന്നണിയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമായി യാതൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതേസമയം LDF ഭരിക്കുന്ന സമയത്ത് സർക്കാരിൽ നിന്നും നിരവധിയായ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഏതിനാണ് മുൻതൂക്കം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പറയുന്നു 3000 രൂപ ഞങ്ങൾ പെൻഷൻ കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷേ കൊടുക്കുക എന്നുള്ള വാഗ്ദാനമാണ് കാര്യം. കഴിഞ്ഞ 18 അവർ മുമ്പ് ഭരിച്ച സമയത്ത് 18 മാസക്കാലം പെൻഷൻ മുടക്കിയവരായിരുന്നു UDF. അപ്പോൾ സർക്കാർ പെൻഷൻ കൃത്യമായി കൊടുത്തു പോകുന്നു, സൗജന്യ ചികിത്സകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സർക്കാരിൻ്റെ അക്കൗണ്ടിൽ കിടക്കുമ്പോഴും വെറും വാഗ്ദാനത്തിൻ്റെ പേരിൽ UDF-നെ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
അപ്പോൾ ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു ക്ലിയറായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്കറിയാം ചാത്തന്നൂർ പോലെ ഒരു മണ്ഡലത്തിൽ NDA അക്കൗണ്ട് ആദ്യമായി ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ നേമത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തുന്നു. അങ്ങനെ 3 സീറ്റുകൾ ഇവിടെ നമ്മുടെ NDA കരസ്ഥമാക്കുന്ന സാഹചര്യം കൂടി കേരളത്തിലുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ വളരെ കൃത്യമായ ഒരു ഓപ്പറേഷൻ, അതായത് പ്ലാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഡീലായിട്ടോ എന്താണ് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടുള്ള ഏകദേശം 10-14% വോട്ട് കേരളത്തിൽ ലഭിക്കുന്ന NDA പോലെ അല്ലെങ്കിൽ BJP പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തവണ, അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ശതമാനം വോട്ട് ഇത്തവണ ലഭിച്ചിട്ടുണ്ട് എന്നും UDF-ലേക്ക് എത്ര ശതമാനം വോട്ട് UDF-ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കുകൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ അതിനകത്ത് നമുക്കൊരു വ്യക്തത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ. എന്നാൽ പലയിടങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയായി പലയിടങ്ങളിൽ പലരോടും സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP നേതാക്കൾ പലപ്പോഴും പല വീടുകളിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൃഹസന്ദർശനം നടത്തുന്ന വേളയിൽ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടത്രേ, എങ്ങനെയാണ്, അതായത് നിങ്ങൾ ഇത്തവണ UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന തരത്തിലുള്ള ഒരു പ്രചരണം BJP നേതാക്കന്മാരുടെ അല്ലെങ്കിൽ BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളും അങ്ങിങ്ങി നിന്നായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ LDF പരാജയപ്പെട്ടു. ഇനി ഒരു 5 വർഷക്കാലത്തേക്ക് LDF ചിത്രത്തിലേ ഇല്ല, പകരം അവരുണ്ടാകുന്ന പ്രതിപക്ഷത്ത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്നിരുന്നാൽ പോലും ഈ ജയത്തെ അത്ര നിഷ്കളങ്കമായി കാണാനാവില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിൽ നിന്നും ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.